നമ്മുടെ ഈ വർഷത്തെ എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ എക്സിബിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് റെക്കോർഡ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അതായത് ശ്രീ ഹക്കീം മാളിക്കൽ എന്ന് പറയും. ഈ ഹക്കീം മാളിക്കൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ലിങ്ക ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഉൾപ്പെടെ ഇന്ത്യ വേൾഡ് റെക്കോർഡ് ഉൾപ്പെടെ 6 വേൾഡ് റെക്കോർഡിന് ഉടമയാണ് ശ്രീ ഹക്കീം മാളിക്കൽ. അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായ കുറേ ഐറ്റംസിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. സാറിൻ്റെ ഐറ്റംസിനെ കുറിച്ച് സാറിന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. നമസ്കാരം, ഞാൻ ഹക്കീം മാളിയേക്കൽ, കായംകുളം സ്വദേശിയാണ്. ഞാൻ ഈ കളക്ഷൻ ആരംഭിച്ചത് ഏതാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ് കാലഘട്ടത്തിലാണ്. അന്ന് ഈ തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷനായിരുന്നു ആദ്യമായി ആരംഭിച്ചത്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂസ്ഡ് ബുക്കിൻ്റെ ബാക്കിലായിട്ട് തീപ്പെട്ടിപ്പടങ്ങൾ പിറക്കി ഒട്ടിച്ചിട്ട് അതിലൊരു കൗതുകം കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു അന്ന്. ഞങ്ങളുടെ ക്ലാസ്സിലെ കുറേ കുട്ടികൾ ഇത്തരത്തിൽ തീപ്പെട്ടിപ്പടം കളക്ട് ചെയ്തിട്ട് യൂസ്ഡ് ബുക്കുകളിൽ ഒട്ടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. ഞങ്ങൾക്കത് വലിയ കൊതിയായിരുന്നു കാണാൻ. അതിൻ്റെ ഒരു ത്വരയിൽ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ വേസ്റ്റ് ഡസ്റ്റ്ബിന് അകത്ത് മുറുക്കാൻ തൊപ്പിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോലും പടങ്ങൾ പറക്കിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ബുക്കിൽ ഒട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട്, ആദ്യകാലം. അതിനുശേഷമാണ് ഞാൻ സ്റ്റാമ്പുകളിലേക്ക് കടന്നത്. സാമ്പത്തികമാണ് ഇതിനെല്ലാത്തിനും കാരണം. അതുകൊണ്ട് പണം കൊടുത്തൊന്നും വാങ്ങാനില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ വലിയ ചിലവില്ലാത്ത ഒരു ഹോബിയായിരുന്നു. എന്നാൽ ഹോബികളുടെ രാജാവാണ് സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ വീടുകളിൽ വരുന്ന കത്തുകളിലെ സ്റ്റാമ്പുകളൊക്കെ വെള്ളത്തിലിട്ട് കഴുകി അതേപോലെ ബുക്കുകളിൽ ഒട്ടിച്ചിട്ട് വേറെ ഒരു സന്തോഷം കണ്ടെത്തി. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഗൾഫിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. ഗൾഫിൽ പോയിട്ട് ഇന്ത്യൻ എംബസി സ്കൂളിൽ അധ്യാപകനായിരുന്നു അവിടെ നിന്ന് ആദ്യം എനിക്ക് ബാങ്കുകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളുടെ കറൻസി നോട്ടുകൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ച് കണ്ടതിൽ കൗതുകം തോന്നിയിട്ട് ഓരോ രാജ്യത്തിൻ്റെ കറൻസി നോട്ടുകൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് ഈ കുവൈറ്റ് ഇറാഖ് യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് കുവൈറ്റുകൾ ഇങ്ങനെ യുദ്ധത്തെ ഭയന്ന് പലായനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കുവൈറ്റ് ദിനാർ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ കറൻസി നോട്ടെന്ന് പറഞ്ഞാൽ കുവൈറ്റ് ദിനാറാണ്. ആ കുവൈറ്റ് ദിനാർ വളരെ ചീപ്പായിട്ട് 1-2 റിയാലിന് കിട്ടുന്ന ഒരു സമയം ഉണ്ടായി. അത് പലായനം ചെയ്തു വരുന്ന കുവൈറ്റുകൾ കിട്ടുന്ന വിലയ്ക്ക് ഈ കുവൈറ്റ് ദിനാർ കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഒരു ഷോപ്പിലായിരുന്നു ഞാൻ ആദ്യമായി ജോലി കിട്ടിയത്. അതിനുശേഷമാണ് ഇന്ത്യൻ സ്കൂളിലേക്ക് ടെസ്റ്റ് എഴുതി ജോലിക്കായി പോയത്. അതിന് മുമ്പായി തന്നെ ഞാൻ ഏകദേശം ഒരു 100 രാജ്യങ്ങളുടെ നോട്ടുകൾ കളക്ട് ചെയ്തു. പിന്നെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ഒരു എക്സിബിഷനൊരു ചാൻസ് കിട്ടി. ആ എക്സിബിഷനിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കുട്ടികളോടൊപ്പം സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു എക്സിബിഷൻ വയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ ആ എക്സിബിഷനാണ് എന്നെ യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു കളക്ടർ ആവാനുള്ള സാധ്യത ഉണ്ടാക്കി തന്നത്. പിന്നെ ഞാനിങ്ങനെ പലായനം ചെയ്യാൻ തുടങ്ങി. കിട്ടുന്നിടത്തൊക്കെ വാങ്ങുക. സ്കൂളിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ പലരും നൈജീരിയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു വിടുക. അങ്ങനെ പല തരത്തിലും, ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ എക്സ്ചേഞ്ച് ചെയ്തും പണം കൊടുത്തും സൗദി റിയാൽ കൊടുത്തുമൊക്കെ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 200-250 രാജ്യങ്ങളോളം അന്നെത്തി. പിന്നീടാണ് ഞാൻ അവിടുന്ന് ജോലിയൊക്കെ മതിയാക്കി ഇവിടെ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ടുള്ള കളക്ഷൻ ആരംഭിക്കുന്നത്. അത് അങ്ങനെ 389 ലോകരാജ്യങ്ങളുടെ കറൻസികൾ കളക്ട് ചെയ്ത് 2017 ലിംഗ ബുക്ക് ഉൾപ്പെടെ 5 ലിംഗ ബുക്ക്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇങ്ങനെ 5 വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ഏകദേശം 289ഓളം എക്സിബിഷനുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലെ കോയമ്പത്തൂർ, അതുപോലെ തന്നെ പല ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളുകൾ, ഈ നാട്ടിലെ പല സ്ഥാപനങ്ങൾ, ലൈബ്രറികൾ എല്ലാം, ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് സ്ഥിരമായിട്ട് ഞാൻ എക്സിബിഷൻ നടത്തുമായിരുന്നു. CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും വലിയ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് ഞാനായിരുന്നു. അങ്ങനെ
289 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സിബിഷൻ, അതായത് 2500 സ്ക്വയർ ഫീറ്റ് ഏരിയ നിൽക്കുന്ന ഈ എൻ്റെ മാത്രം സാധനങ്ങൾ വെച്ച് പുരാവസ്തുക്കളും നാണയങ്ങളും കറൻസി നോട്ടുകളുമായി ഡിസ്പ്ലേ നടത്തിയിട്ടുണ്ട്. ഇന്നും ഞാനത് തുടരുകയാണ്. ഇന്നും എൻ്റെ അറിവുകൾ, ഇക്കാലത്തിനുള്ളിൽ കിട്ടിയിട്ടുള്ള അറിവുകൾ മുഴുവൻ ഞാനിങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ക്ലബ്ബിൽ, കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് ക്ലബ്ബുകളിലെ മെമ്പറാണ്. പലരും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് കുറച്ചിരിക്കുകയാണ്, കാരണം വീട്ടിൽ മറ്റാരുമില്ല, എൻ്റെ വൈഫും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ദിവസത്തേക്കുള്ള എക്സിബിഷനൊക്കെ ഞാൻ കുറച്ച് ചെറിയ എക്സിബിഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഈ എക്സിബിഷനെ കുറിച്ച് പറയുമ്പോൾ ഈ 2500 വർഷം പഴക്കമുള്ള പഞ്ചമാർക്ക് നാണയങ്ങൾ മുതൽ അപ്ഡേറ്റാണ്. ചോള, ചേര, പല്ലവ, മുഗൾ രാജാക്കന്മാരുടേത്, ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ തുടങ്ങിയ അവയുടെ നാണയങ്ങൾ, കൗതുകകരമായ ധാരാളം വസ്തുക്കൾ എൻ്റെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നോട്ടുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ സൈസ് നോട്ട്, ഏറ്റവും ചെറിയ സൈസ് നോട്ട്, അതുപോലെ സ്വർണ്ണത്തെ നിർമ്മിച്ച നോട്ട്, മരുത്തലയിൽ നിർമ്മിച്ച നോട്ട്, ഇങ്ങനെ പല ഡിഫറൻറ്റ് വെറൈറ്റി. ഇതിലെ കൗതുകങ്ങൾ മുഴുവൻ എൻ്റെ എക്സിബിഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷമാണ് ഞാൻ പുരാവസ്തുവിലേക്ക് കയറുന്നത്. പുരാവസ്തു ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ മുറികൾ, ഒരു ഓഡിറ്റോറിയം മുഴുവൻ നിറയെ വെക്കാനുള്ള ഡിഫറൻറ്റ് ടൈപ്പ് പുരാവസ്തുക്കളാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കേരള ജനതയുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തിരുശേഷിപ്പുകളാണ് പുരാവസ്തുക്കൾ. ആ പുരാവസ്തുക്കളിൽ മാക്സിമം എൻ്റെ കഴിവിനും പരമാവധി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പോൾ അടൂരിലെ എക്സിബിഷനാണ്. അടൂരിലെ എക്സിബിഷൻ ഇത് വളരെ കുറച്ച് സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എഴുത്തോലകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രന്ഥങ്ങളായി പണ്ടുണ്ടായിരുന്ന ആളുകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര കാര്യങ്ങളാണ് ഈ എഴുത്തോലകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മഹാഭാരതം എഴുത്തോലയാണ്. മഹാഭാരതം എഴുത്തോലയുടെ ഈ ഗാന്ധാരി കുരുക്ഷേത്രത്തിൽ എന്ന ഭാഗമാണ് നമ്മളിവിടെ ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. കുംഭർകോനത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും, ഇട്ടും കളഞ്ഞുടൻ എന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്നുപേക്ഷിച്ച് പോയിക്കൊണ്ടതെങ്ങ് നീ പൊട്ടുന്നീ തന്മനം കണ്ടിതല്ലോ മഹോ, പാങ്ങായൊരു പുറം നിന്നതീ പോരതിൽ നീങ്ങാതെ അഭിമാനികളായുള്ള ഭൂപര് മറ്റു പുറങ്ങളിലുള്ളവരെ കൊല്ലിച്ചത് നീ തന്നെയെ എന്തിന് ചിന്തിക്കുന്നിൻ മറുമായ മിതക്കയും. ഇതിൽ പലതരത്തിലുള്ള ഡിഫറൻറ്റ് സബ്ജക്റ്റുകളുള്ള താളിയോലകളാണുള്ളത്. ആയുർവേദ ഗ്രന്ഥങ്ങൾ, പുലയിൽ നിത്യകർമ്മങ്ങൾ, അതുപോലെ തന്നെ ജാതകങ്ങൾ, അതുപോലെ തന്നെ പേയാരിഷ്ടം, ജാതകങ്ങൾ, അതുപോലെ തന്നെ ഔഷധങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പല ഡിഫറൻറ്റ് ടോപ്പിക്കുകളുള്ള താളിയോലകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. രാമായണം, മഹാഭാരതം പോലെ തന്നെ രാമായണവും ഇതോടൊപ്പമുണ്ട്. ഇത് മുഗൾ രാജാക്കന്മാരുടെ നാണയങ്ങളാണ്. അക്ബർ മുതൽ ഔറംഗസീബ് വരെയുള്ള വെള്ളി നാണയങ്ങൾ, പല ഡിഫറൻറ്റ് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരുടെ നാണയങ്ങളാണ് ഇവ കൂടുതൽ. ഫോസിലുകളാണ്. 5 കോടി വർഷങ്ങൾ മണ്ണിനടിയിൽ കിടന്നിട്ട് പദാർത്ഥങ്ങൾ, നശിച്ചു പോകാത്ത സാധനങ്ങൾ കല്ല് രൂപത്തിലാകുന്ന ഒരു പ്രക്രിയയാണ് ഫോസിൽ എന്ന് പറയുന്നത്. ഫോസിൽ ഇത് ഒരു ഭാഗം തടി പെട്രിഫൈഡ് ഉണ്ടെന്നാണ് ഇതിൻ്റെ പേര്. തടി കല്ലായി മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് ക്വാർട്സ് വർക്ക് എന്ന് പറയും. ഇത് വാച്ചിൽ ഷൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, മിന്നുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ക്വാർട്സ് വർക്ക്. ഇത് പൊട്ടിച്ച് നോക്കിയാൽ ഇത് തേങ്ങ പോലെ ഇരിക്കും. ചെറിയ മിനുക്കമുള്ള സാധനമാണ് ക്വാർട്സ് വർക്ക്. ഇത് ഫോർമേഷൻ ഓഫ് ഡയമണ്ടാണ്. ഇത് ഡയമണ്ടിൻ്റെ ഫോർമേഷനാണ്. ഇത് യഥാർത്ഥത്തിൽ ഡയമണ്ട് ആയിട്ടില്ല. ഇത് ഫുള്ളായിട്ട് ബ്ലൂ കളർ വരുമ്പോഴാണ് ഇത് ഡയമണ്ടായി മാറുന്നത്.
ഇപ്പോൾ ഡയമണ്ട് ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ചെറിയ ബ്ലൂയിഷ് കളർ അടിച്ചിട്ടേ ഉള്ളൂ. ഇത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ, മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ രൂപാന്തരം സ്റ്റോപ്പാവും. അതോടുകൂടി ആ തരത്തിൽ തന്നെ നിൽക്കും. ഇത് കുറേ വർഷം കൊണ്ട് മണ്ണിൽ കിടന്നിരുന്നെങ്കിൽ ഇത് ഡയമണ്ടായി മാറിയാണ്. ഇതുപോലെ തന്നെ ഒരു ജീവിയുടെ ഒരു പല്ലാണ്, ഒരു ജീവിയുടെ ഒരു പല്ല്. ഇത് ബ്ലൂത്ത് ടീത്ത് കോറൽ ഫോസിൽ എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ഒരു ജീവിയുടെ ഒരു പല്ല്. ഇത് ഹോൺ കോറൽ ഫോസിൽ എന്നാണ്. ഹോൺ കോറൽ ഫോസിൽ ഇതൊരു ജീവിയുടെ കൊമ്പാണ്. ഒരു 50 വർഷത്തിനുള്ള ഒരു ജനസമൂഹം ഉപയോഗിച്ചിരുന്ന ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കത്തികളാണ്. പലതരത്തിലുള്ള കത്തികൾ, പുല്ലരിയുന്നതിനും കൊയ്യുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്ന കത്തികൾ, അതുപോലെ കഠാരകൾ. ഇതൊക്കെ തന്നെ പണ്ട് കാലത്ത് വയനാട്ടിലെ ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ. ഇത് പലതരത്തിലുള്ള ആഭരണങ്ങളാണ്. ഇത് ഡൽഹി സുൽത്താൻമാരുടെ നാണയങ്ങളാണ്. ഇത് മുഴുവൻ പല ഡിഫറൻറ്റ്. ഇതിനകത്ത് 10 രൂപ എന്നൊരു ഒരു നാണയമുണ്ട്. 10 രൂപ അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പിൻവലിച്ചൊരു നാണയമാണ്. ഈ പുറത്ത് പിന്നെ ജോർജ് 6-ാമൻ്റെ തോളിലിട്ട ഷാളിൽ ആനയുടെ ചിത്രം പന്നിയുടെ രൂപത്തിൽ വന്നതിനാൽ അത് ഗവൺമെൻറ് പിൻവലിച്ചു. ആ നാണയമാണ് 10 രൂപ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യയിൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള എല്ലാ നാണയങ്ങളും, ആദ്യകാലത്തെ നാണയങ്ങൾ മുതൽ 1 ഖുറൂഷ് മുതൽ ഇന്നത്തെ 2 റിയാൽ വരെ ഉള്ള നാണയങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. വെള്ളിയിലും സ്വർണ്ണത്തിൽ നിർമ്മിച്ച നാണയങ്ങളില്ല, വെള്ളിയിലും അതുപോലെ തന്നെ ബൈമെറ്റൽസ് ഉപയോഗിച്ച നാണയങ്ങൾ. ഇത് റിസർവ് ബാങ്കിൻ്റെ പ്രിൻറ്റിങ് എററുകൾ, പ്രിൻറ്റിങ്ങിലും അതുപോലെ അച്ചടിയിലും ഉണ്ടായിട്ടുള്ള അച്ചടിയിലും അതുപോലെ കട്ടിങ്ങിലും ഉണ്ടായിട്ടുള്ള എററുകളാണ് പല രാജ്യങ്ങളും. റിസർവ് ബാങ്കിൻ്റെ ഈ തരത്തിലുള്ള നോട്ടുകൾ പുറത്തു വരാൻ പാടില്ലാത്തതാണ്. എന്നാൽ ബൈ മിസ്റ്റേക്ക് കെട്ടിനകത്തൊക്കെ അറിയാതെ വന്നിട്ടുള്ള നോട്ടുകളാണ്. റിസർവ് ബാങ്കിൻ്റെ മിസ്റ്റേക്കുകളാണെന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നശിപ്പിച്ചതിന് ശേഷം ഈ തരത്തിലുള്ള ഒരു നോട്ട് സ്റ്റാർ അടയാളപ്പെടുത്തി പുറത്തിറക്കാറുണ്ട്. അത്തരത്തിലുള്ള പുറത്ത് വന്നിട്ടുള്ള എറർ നോട്ടുകളാണ് ഈ കാണുന്നത്. ഗാന്ധിജിയുടെ തല ഇത് കേരളത്തിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ള ചൈനീസ് നാണയങ്ങളുടെ 2 സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ശേഖരത്തിൽ നിന്നുള്ളതാണ്. ഒന്ന് ശാസ്താംകോട്ട കായലിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1000 വർഷം പഴക്കമുള്ള ചൈനീസ് നാണയങ്ങളാണ്. ഈ നാണയങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ രാവിലെ വെള്ളം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ പ്രദേശത്തോടെ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഒരു കല്ലിൻ്റെ പുറത്ത് ഒരു ചരുവം ഇരിക്കുന്നതായി കണ്ടു. ഈ ചരുവം എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ചൈനീസ് നാണയങ്ങൾ, കെട്ടിട്ട നാണയങ്ങൾ, അതേപോലെ തന്നെ ചില ധ്വജത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. അത് പെട്ടെന്ന് തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പോലീസിൽ ഏൽപ്പിച്ചു. 189 നിക്കൽ നാണയങ്ങളാണ് അന്ന് കിട്ടിയത്. വെറും നിക്കലല്ല, അയണും എല്ലാം കൂടി ചേർന്ന് മിക്സ് ചെയ്ത് നാണയങ്ങളാണ്. 1000 വർഷം പഴക്കമുള്ള ചൈനീസ് നാണയങ്ങളാണ് ശാസ്താംകോട്ട കായലിൽ നിന്ന് കിട്ടിയത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വാടി കടപ്പുറത്ത്, ജോനോപ്പുറത്ത് കടപ്പുറത്ത് ട്രഡ്ജ് ചെയ്തപ്പോൾ 1000 കണക്കിന് ഈ തരത്തിലുള്ള നാണയങ്ങൾ തന്നെ അവിടെയും കിട്ടി. പക്ഷേ അത് ഇപ്പോൾ വെള്ളത്തിൽ കിടന്നതായതുകൊണ്ട് അതിൻ്റെ രൂപാന്തരം രൂപം കുറേ നഷ്ടപ്പെട്ടിട്ട് കുറച്ച്
പിന്നെ അതിൻ്റെ ലിപികളൊക്കെ നല്ലപോലെ വായിക്കാൻ പറ്റാത്ത തരത്തിലായി. എന്നാൽ ശാസ്താംകോട്ടക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നാണയങ്ങൾ മുഴുവൻ വളരെ ക്ലിയറും വളരെ മനോഹരവും അതിൻ്റെ യഥാർത്ഥ രൂപത്തോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നാണയം ഫോക്കസ് ചെയ്യും. ഇതൊക്കെ നാട്ടുരാജ്യങ്ങളുടെ നാണയങ്ങളാണ്. 152ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ് നാണയങ്ങളാണ് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പല നേരത്തെ ഉണ്ടായിരുന്ന കേരളത്തിലെ തിരുവിതാംകൂർ, വേണാട്, കൊച്ചി പോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പല പേരിൽ അറിയപ്പെടുന്ന നാണയങ്ങളാണ് ഇവ. 152ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ് നാണയങ്ങളാണ് ഇവ. ഇത് 2500 വർഷം പഴക്കമുള്ള പഞ്ചമാർക്ക് നാണയങ്ങളാണ്. മഗധ മൗര്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഇവ. ആകെ കേരളത്തിൽ തന്നെ 3 സ്ഥലത്ത് മാത്രമേ ഈ പഞ്ചമാർക്ക് നാണയങ്ങൾ ഹോഡായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരു ഹോഡാണ് ഇത്. ഇതൊക്കെ ഫോക്കസ് നല്ലപോലെ. ഇത് തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളാണ്. തിരുവിതാംകൂറിൻ്റെ വെള്ളിച്ചക്രം മുതൽ അടുത്ത സമയത്ത് ഏറ്റവും അവസാനത്തെ രാജാവ് ഇറക്കിയ നാണയങ്ങൾ വരെ ഉണ്ട്. ചോള നാണയങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാണയങ്ങളുമാണ്. ഇവയും നാട്ടുരാജ്യങ്ങളുടെ നാണയങ്ങൾ. അവാദ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ജയ്സാൽമീർ വരെയുള്ള നാണയങ്ങൾ. ഇത് ഹൈദരാബാദ് നൈസാമിൻ്റെ കറൻസി നോട്ടുകളാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന നോട്ടാണ് ഹൈദരാബാദ് നൈസാമിൻ്റെ. ഇത് ജാപ്പനീസ് ഒക്കുപ്പേഷൻ ഇൻവേഷൻ കറൻസിയാണ്. ജാപ്പനീസ് ഗവൺമെൻറ് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഫിലിപ്പൈൻസിൽ ഇറക്കിയിട്ടുള്ള നോട്ടുകളാണ്. ഇത് ഇന്ത്യ ഗവൺമെൻറ് 1964 കാലം മുതൽ പുറത്തിറക്കുന്ന കോമമറേറ്റീവ് നാണയങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇത് സീതാകാല ഗുരുവിൻ്റെ നാണയം, അതുപോലെ തന്നെ 1000 വർഷം ഉള്ള തഞ്ചാവൂർ ബൃഹദേശ്വരി ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള നാണയങ്ങളൊക്കെയാണ്. ഇവയൊന്നും വിനിമയത്തിലുള്ളവയല്ല. ഇവ 1000 രൂപയ്ക്ക് നമ്മൾ 5000, 6000 രൂപ അടച്ചാണ് നമ്മളിത് വാങ്ങുന്നത്. ഇത് റിസർവ് ബാങ്ക് ഇറക്കുന്നതാണ്, പരസ്യം ചെയ്ത് നമ്മൾ വാങ്ങും. അതേപോലെ തന്നെ ഇത് വിനിമയത്തിൽ ഇപ്പോൾ 100 രൂപയുടെ നാണയം നമ്മൾ 5000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എങ്ങനെ നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഇത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് ഇറക്കുന്ന നാണയങ്ങൾ. ഇവ പൂർണ്ണമായും വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിൽ ജാപ്പാൻ ഗവൺമെൻറ് ഫിലിപ്പൈൻസിൽ ഇറക്കിയിട്ടുള്ള കറൻസി നോട്ടുകളാണ്. ഇൻവേഷൻ പീരീഡിലുള്ള കറൻസി നോട്ടുകളാണ്. സെക്കൻഡ് വേൾഡ് വാർ സമയത്തുള്ളത്. ഇത് വളരെ അമൂല്യങ്ങളായ നോട്ടുകളാണ്. ഇത് ലോകത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് ഡിനോമിനേഷൻ നോട്ടാണ് ഇത്. ഇത് ഏറ്റവും സ്മാളസ്റ്റ് സൈസ് നോട്ടാണ്. റൊമാനിയയുടെ 10 പാനയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ടായി അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പോലും സ്റ്റേറ്റുകളിൽ മദ്രാസ്, ബംഗാൾ, ബോംബെ ഇങ്ങനെ 3 സ്റ്റേറ്റുകളിൽ ഈ കറൻസി നോട്ടുകൾ നിലനിന്നിരുന്നു. അങ്ങനെ കറൻസി നോട്ടുകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളുടെ സ്റ്റേറ്റുകളുടെ നോട്ടുകളാണ് ഇത്. ഇന്ത്യ ഗവൺമെൻറ് പ്രിൻ്റ് ചെയ്ത് പാകിസ്ഥാനിൽ ഉപയോഗിച്ചിരുന്ന നോട്ടുകളാണിവ. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് പ്രിൻ്റ് ചെയ്ത് ബർമയിൽ ഉപയോഗിച്ചിരുന്ന നോട്ടുകളാണിവ. ഇത് ഒരു ഷോർട്ട് പീരീഡിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ രണ്ടായിട്ട് വിഭജിക്കുന്ന സമയത്ത് ഷോർട്ട് പീരീഡിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു ബാങ്കുകളുടെ നോട്ടുകളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടിരുന്നത്. പാകിസ്ഥാനിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ പ്രസ്സിലടിച്ച നോട്ടാണ്. അതുപോലെ തന്നെ ബർമയിൽ ഉപയോഗിച്ചിരുന്നതും ഇന്ത്യൻ പ്രസ്സിൽ അടിച്ചിരുന്നത്. വളരെ തുച്ഛമായ കാലത്തിന് ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യയിലുള്ള നോട്ടാണ്. ഇന്ന് ഈ $100 ട്രില്യൺ നോട്ടാണ്. ഇത് എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇൻഫ്ലേഷൻ കാരണം
ഈ മൂല്യം കുറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ട് 1 രൂപ കൊടുത്താൽ 1 കോടി രൂപയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇന്നുള്ളത്. അതേപോലെ തന്നെ ടിബറ്റിൻ്റെ ഹാൻഡ് മെയ്ഡ് നോട്ടാണ് ഇത്. അതിന് സ്രാങ്ക് എന്നാണ് ഈ നോട്ടിൻ്റെ പേര്. ഈ കൈവച്ച് എഴുതി ഉണ്ടാക്കിയ നോട്ട് ഒരു കാലത്ത് ടിബറ്റിൽ നിലനിന്നിരുന്ന നോട്ടാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമിൽ നിലനിന്നിരുന്ന ഒറ്റുകാശിൻ്റെ കൂട്ടത്തിൽപ്പെടുന്ന നാണയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പെനി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പല ഡിഫറൻറ്റ് ടൈപ്പുണ്ട്. അതിൻ്റെ ക്യാപ്ഷൻ ബാക്കി. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ്റെ ഒരു മെമ്പറാണ് ഞാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും ക്ലബ്ബുകളിലെ മെമ്പറാണ്. ഇവിടെ കിട്ടുന്നതിന് അത്രയും ഒരു കംഫർട്ട് നമുക്ക് മറ്റൊരു ക്ലബ്ബിലും കിട്ടുകയില്ല. ഇവിടുത്തെ ഇപ്പോൾ 35ാമത്തെ എക്സിബിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ വിഷയത്തോട് താല്പര്യമുള്ളവർ, നാണയം, കറൻസി, പുരാവസ്തുക്കൾ തുടങ്ങിയവ കളക്ട് ചെയ്യുന്നവർ ഈ ക്ലബ്ബിൽ ചേർന്നാൽ നിങ്ങൾക്ക് വലിയ ഗുണമായിരിക്കും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയാനും പഠിക്കാനും കഴിയും. പ്രതിമാസം മീറ്റിങ്ങുകൾ, ക്ലാസ്സുകൾ, പഠനയാത്രകളെല്ലാം ഈ ക്ലബ്ബ് സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ള ഒരു കളക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനും അതേക്കുറിച്ച് പഠിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ക്ലബ്ബാണ് അടൂർ ക്ലബ്ബ്. ഈ ക്ലബ്ബിലേക്ക് വരിക. സന്തോഷം. നമ്മുടെ ക്ലബ്ബിലെ വളരെ ചുരുക്കം ആളുകളുടെ കളക്ഷൻ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എൻ്റെ തന്നെ ഒരു 10% കളക്ഷൻ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം വരിക. ഞങ്ങൾ നിങ്ങളെ ഒരു വലിയ കളക്ടറാക്കി മാറ്റാം എന്ന് ഞങ്ങൾ വാഗ്ദാനം തരികയാണ്.